ഞങ്ങൾ പ്രകടനം വയ്ക്കാൻ വേണ്ടി വന്നതല്ല. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പി.സി. ജോർജിൻ്റെ പിന്തുണയാണ്. അദ്ദേഹം ഇന്ന് ഹാജരാകാൻ പോകുന്നു. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വന്നതാണ്. പോലീസിൻ്റെ അനുമതി മേടിച്ചിട്ടല്ല ഇത്രയും കാലം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അല്ല, അദ്ദേഹം ഹാജരാകും. അദ്ദേഹം ഇന്ന് ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് ഹാജരാകും. പോലീസ് പ്രകോപനം സൃഷ്ടിക്കുക അത് നമുക്കറിയില്ല. അവർ സൃഷ്ടിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളത് നോക്കുന്നില്ല. നമ്മൾ ഹാജരാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹാജരാകും. പാർട്ടി പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ പിന്തുണ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തകരോട് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യത്തെ പറ്റിയിട്ട് BJP ആലോചിച്ചിട്ടില്ല. പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. പോലീസിൻ്റെ സംശയമെല്ലാം തീർക്കലല്ലോ നമ്മുടെ പണി. അവരൊക്കെ സംശയങ്ങളുണ്ടാവും. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടി പി.സി. ജോർജ് ഈ വിഷയത്തിൽ പി.സി. ജോർജ് പറഞ്ഞ കാര്യത്തിന്മേൽ പി.സി. ജോർജിനെതിരായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണകൂടം പി.സി. ജോർജിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ BJP ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒളിവിലൊന്നുമല്ലല്ലോ. എവിടെ ഒളിവിൽ? ആരാ പറഞ്ഞ ഒളിവിലെന്ന്? അല്ല, അദ്ദേഹം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കൂ. അദ്ദേഹം ഒന്ന് ഇരിക്കട്ടെ എവിടെയെങ്കിലും. പി.സി. ജോർജ് നടത്തിയ പരാമർശത്തെ പറ്റി ഇപ്പം പറയാൻ അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പറയും. നിങ്ങൾക്ക് സംസ്ഥാന അധ്യക്ഷനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, പി.സി. ജോർജിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതായത് പി.സി. ജോർജ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് നടപടിയെടുക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ പൂഞ്ചാർ നിയോജക മണ്ഡലത്തിൽ പി.സി. ജോർജ് തോൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പി.സി. ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയത് ഇവിടെ, ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനും വേണ്ടിയിട്ട് എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള പി.സി. ജോർജിന് നടപടികൾക്കാണ് നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ BJP പ്രകടനം നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല, BJP പ്രകടനം നടത്തുന്നില്ല. അത് നിശ്ചയിച്ചിട്ടില്ല. BJP ഇപ്പോൾ മുൻകൂറായിട്ട് ഞങ്ങൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, വരും പോലീസ് അത്ര വേണം വരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പി.സി. ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് ഏതർത്ഥത്തിലും എടുക്കാം. പരാമർശത്തിലല്ല. പി.സി. ജോർജിന് പിന്തുണ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ട് കേരളത്തിൻ്റെ ഭരണകൂടം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശത്തിന് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഹമാസിൻ്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് വെച്ച് എഴുന്നള്ളിച്ചു. നിങ്ങൾക്ക് ആർക്കും ആ വിഷയത്തെ പറ്റി നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി? ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത്? അവരുടെ ഫോട്ടോ വെച്ച് അവരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. ഇവിടെ എന്ത് നടപടിയെടുത്തു? അവലും മലരും കുന്തിരിക്കും കരുതി വെക്കാൻ പറഞ്ഞു. എന്ത് നടപടിയാണ് ഇവിടെ എടുത്തത്? ഗണപതി മിത്താണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? നിയമസഭയ്ക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു. എന്ത് നടപടിയാണ് എടുത്തിരിക്കുന്നത്? ഹിന്ദു സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നടപടിയെടുത്തോ? ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നുണ്ട്. ഇവിടെ യാതൊരു നടപടിയുമില്ല. പി.സി. ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സമൂഹം. അങ്ങനെ പി.സി. ജോർജിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അല്ല, അപ്പം ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ പറഞ്ഞതിൻ്റെ മറുപടി പറ. ഹമാസിൻ്റെ നേതാവിനെ ആനപ്പുറത്തിരുത്തി ഇവിടെ പ്രകടനം നടത്തി. എന്ത് നടപടിയെടുത്തു? മാധ്യമങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്തു? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ലേ പോലീസ്? കോടതിയുടെ പരാമർശം ഞാനൊന്നും പറയുന്നില്ല. അത് പറയാൻ ഞാൻ ആളായിട്ടില്ല. രണ്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇന്ന് തന്നെ അദ്ദേഹം കീഴടങ്ങും, ഹാജരാകും. ഹാജരാകാനാണ് പോകുന്നത്. SP 10 മണിക്ക് തന്നെ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും. BJP നേതാക്കൾ ഒപ്പം ഉണ്ട്. N. ഹരി, ലിജിൻലാൽ അടക്കമുള്ളവർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങളുടെ പിന്തുണ PC-ക്ക് ഉണ്ട് എന്നറിയിക്കുകയാണ്. ഒപ്പം പോലീസ് കളിക്കുന്നത് പ്രീണനമാണ്. മുൻപും പലതവണ PC-ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. PC-യെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം നടപടികളിലേക്കൊക്കെ തന്നെ കടന്നിട്ടുണ്ട്. PC പറഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് സംസ്ഥാന പോലീസും സർക്കാരും എന്നുകൂടെയാണ് ഇപ്പോൾ ലിജിൻലാൽ പറഞ്ഞത്. എന്തായാലും അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്.